നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ ഹിന്ദി അക്കാദമി പ്രതിഭ ഹിന്ദി ഛാത്രവൃത്തി പരീക്ഷ കക്ഷ 5. അപ്പോൾ ഈ മാസം നടക്കുന്ന ദേശീയ ഹിന്ദി അക്കാദമിയുടെ സുഗമയാണ് പരിചയപ്പെടുത്തുന്നത്. 5ാം ക്ലാസ്സിൻ്റെയാണ്. ഫസ്റ്റ് പേജാണ് വായിക്കുന്നത്. വർണ്ണ വിച്ഛേദ്, വർണ്ണങ്ങൾ വിച്ഛേദിക്കുക. കാമ്, ഇപ്പോൾ കാമ് എഴുതുമ്പോൾ ക പ്ലസ് ആ പ്ലസ് മ പ്ലസ് ആ ആണ് കാമായിട്ട് വരുന്നത്. അപ്പോൾ കാ എഴുതുമ്പോൾ കും ആയും, മാ എന്ന് പറയുമ്പോൾ മും ആയും. അതുപോലെ മേല മു എ, അപ്പോൾ മേ ആയി. ല എന്ന് പറയുമ്പോൾ ല് ആ, മേല. അനിൽ എന്ന് പറയുമ്പോൾ ആ പ്ലസ് ന്, നീ എന്ന് പറയുമ്പോൾ ഇ പ്ലസ് ല് ആ, അപ്പോൾ അനിലായി. അതേപോലെ ബാക്കി എഴുതുക. കമൽ, ഡോലക്ക്, ഖർ, ഭൂമി, നയ, സൈനിക്, വീരത. അടുത്തൊരു സന്ധിയാണ്. ഹിമാലയ പ്ലസ് ആലയ്, ഹിമാലയ്. സുർ പ്ലസ് ഈഷ്, സുരേഷ്. രോഗ് പ്ലസ് അണു, രോഗാണു. മുനി പ്ലസ് ഈഷ്, മുനീഷ്. പുരഹ പ്ലസ് കാർ, പുരസ്കാർ. സദാ പ്ലസ് ആചാർ, സദാചാർ. പരമ പ്ലസ് ആണു, പരമാണു. തപഹ പ്ലസ് വൻ, തപോവൻ. സു പ്ലസ് ആഗത്, സ്വാഗത്. നിസ് നിഹ് പ്ലസ് ഖൻ, നിർധൻ. ഇപ്പോൾ സന്ധി വിച്ഛേദിച്ച് എഴുതാൻ പറയുമ്പോൾ വിഗ്രഹിച്ച് എഴുതുക. ഹിം പ്ലസ് ആലയ, അപ്പോൾ ഹിമാലയിൽ നിന്ന് തരുന്നത് ഹിം പ്ലസ് ആലയ. അടുത്ത വാക്യാംശക്കേലിയെ ഏക്ക് ശബ്ദ്, ഒറ്റപ്പദം. ജഹാം പഠനെ ജാത്തേ ഹെ, പഠിക്കാൻ പോകുന്നത് വിദ്യാലയ. അപ്പോൾ ഹെഡിങ് ഒക്കെ നോക്കി വയ്ക്കുക, അതനുസരിച്ച് എഴുതിക്കോണം കേട്ടോ. ജോ പഠിത്താ ഹെ, പാഠക്, പഠിക്കുന്നവരെ പറയുന്നത് പാഠക്. ജഹാം ബന്ദി രഖേ ജാത്തേ ഹെ, ബന്ധിപ്പിച്ച് വയ്ക്കുന്നതാണ് ജയിൽ ഖാൻ, ജയിൽ. ബന്ധിപ്പിച്ച് കൊണ്ടുപോകുന്ന സ്ഥലം ജയിൽ ഖാന, ജയിൽ. ജോ ജയിൽ കാ പ്രബന്ധ് ദേഖ്താ ഹെ, ജയിലർ. ജയിലിൽ കിടക്കുന്ന ആളുകളെ നോക്കുന്ന ആളിനെ പറഞ്ഞ പേരാണ് ജയിലർ. വർഷാമേ ഹോനെ വാല, വാർഷിക്, വർഷത്തിൽ വരുന്നതാണ് വാർഷിക്. ജഹാം ഖാന ബനാത്താ ഹെ, ഭക്ഷണം ഉണ്ടാക്കുന്നത് രസോയിഗർ, അടുക്കള. മാംസ ഖാത്താ ഹെ, ജോ മാംസ ഖാത്താ ഹെ, മാംസം കഴിക്കുന്ന ആളെ പറയുന്നതാണ് മാംസാഹാരി. അപ്പോൾ കുറേശ്ശെ വായിച്ച് അത് എഴുതി തന്നെ പഠിച്ചു പോകും കേട്ടോ. അടുത്ത പേജാണ് സെക്കൻഡ് പേജ്. ജോ ഷോക്ക് സബ്ജി ഖാത്താ ഹെ, ശാഖാകാരി, വെജിറ്റബിളൊക്കെ കഴിക്കുന്നതാണ് ശാഖാകാരി. ജോ സന്ദേശ് ലേ ജാത്താ ഹോ, സന്ദേശവാഹക്, സന്ദേശം നൽകുന്നത് സന്ദേശവാഹക്. ജോ സാരേ സമാജമേ പ്രിയ ഹോ, ലോകപ്രിയ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ലോകപ്രിയ, ലോകം മുഴുവനും പ്രിയപ്പെട്ടത് ലോകപ്രിയ. അടുത്തത് ഈ പ്രത്യയ ജോഡ്കർ ശബ്ദ ബനായെ और उनका अर्थ लिखिए. जंगल प्लस ई, जंगली. काबुल प्लस ई, काबुली. हिंदुस्तान प्लस ई, हिंदुस्तानी. विजय प्लस ई, विजयी. कीमत प्लस ई, कीमती. दोष प्लस ई, दोषी. പരിശ്രം പ്ലസ് ഈ, പരിശ്രമി. അപ്പോൾ ഈ ചേർത്ത് എഴുതാനുള്ള, അപ്പോൾ സെൻറ്റൻസിൻ്റെ കൂടെ ഈ ചേർത്ത് എഴുതുക. ഇപ്പോൾ ജംഗൾ എന്ന് വെച്ചാൽ ജംഗൽമേ രഹ്നേവാല, കാട്ടിൽ വസിക്കുന്നതാണ് ജംഗലി എന്ന് പറഞ്ഞത്. കാബുൾമേ രഹ്നേവാല, കാബുളി, കാബിളിൽ താമസിക്കുന്നത് കാബുളി. ഹിന്ദുസ്ഥാൻമേ രഹ്നേവാല, ഹിന്ദുസ്ഥാനി, ഹിന്ദുസ്ഥാനിൽ താമസിക്കുന്നത് ഹിന്ദുസ്ഥാനി. വിദേശ് മേ രഹ്നേവാല, വിദേശി, വിദേശത്ത് താമസിക്കുന്നത് വിദേശി. വിജയ് പാനേവാല, വിജയ്, വിജയിക്കുന്ന ആൾ വിജയ്. കീമത്ത് വാല, വിലപിടിപ്പുള്ളത് കീമത്തി. ദോഷ് വാല, ദോഷി, ദോഷമുള്ളത് ദോഷി. പരിശ്രമം കർണേവാല, പരിശ്രമി. ഓക്കെ. അടുത്ത് വാക്യ ശുദ്ധ കർക്കെ ലിഖെ. ഇവിടെ ചില സെൻറ്റൻസുകൾ തെറ്റാണ്, അതിപ്പോൾ കറക്റ്റായിട്ട് എഴുതുക. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ വായിക്കാം. മുജേ ഘർ ജാനാ ഹെ, എനിക്ക് വീട്ടിൽ പോകണം. വഹ് വിദ്യാലയ ജാത്താ ഹെ, അവൻ വിദ്യാലയത്തിൽ പോകുന്നു. രമേഷ് ഫല്ലായ, രമേഷ് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഹം ഭി ബാസാർ ജായെങ്കെ, ഞങ്ങളും മാർക്കറ്റിൽ പോകും. സീത സഫാമേ ബോലി, സീത സഫയിൽ പറഞ്ഞു. ഉനേ ഭോജൻ കർണാ ഹെ, അവർക്ക് ഭക്ഷണം കഴിക്കണം. ഉസ്നെ റോട്ടി ഖായി, അവൻ റൊട്ടി കഴിച്ചു. മേ അപ്പനെ ഘർ മേ രഹ്താ ഹൂ, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. കൃപയാ ഉൻഹെ ബുലായേ, ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിളിക്കുക. മേനെ ദോ ആം ഖായേ, ഞാൻ 2 മാങ്ങ കഴിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മേരാ ഘർ ജാനാ ഹെ എന്ന് പറയില്ല, മുझे ഘർ ജാനാ ഹെ, അവിടുത്തെ മിസ്റ്റേക്ക്. വഹ് വിദ്യാലയക്കോ ജാത്താ ഹെ എന്നുള്ള വഹ് വിദ്യാലയ ജാത്താ, അവിടെ കോ വേണ്ട. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വിഭക്തി പ്രത്യയങ്ങളൊക്കെ നോക്കി എഴുതുക.
അടുത്ത ശുദ്ധി കീജിയെ. ഇവിടെ ശരിയായ പദം എഴുതാനാണ് 3 കൊടുത്തിട്ടുണ്ട്. ക്ഷമ. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള നോക്കി എഴുതുക. ക്ഷമ. ഇക്ഷ. വരയ്ക്കുമ്പോൾ മുഴുവൻ വരയ്ക്കരുത്. വിശേഷണം. വീടവള്ളി ഇടത്. ഗുണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 3 വീതം ചോദിക്കും. പുരാണ്, ഖണ്ഡ, സന്യാസി, ചഞ്ചൽ. ചഞ്ചലുള്ള ചാട മുകളിൽ തന്നെ കൊടുക്കുക. കർമ്മ, ദൃശ്യ, ജ്ഞാൻ. അടുത്ത് വരുന്നത് വിശേഷണ ശബ്ദ അലഗ് കറക്കെ ലിഖെ. വിശേഷണം എഴുതാനാണ്. അപ്പോൾ വിശേഷണം എപ്പോഴും വരുന്നത് കാല, പീല, നീല, നിറങ്ങൾ, ഗുണങ്ങൾ, ഷേപ്പുകൾ, അവസ്ഥകളൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. അപ്പോൾ കാല കറുപ്പ്, നയ പുതിയത്, സുന്ദർ സുന്ദരം, ഖട്ട പുളിപ്പ്, ലംബ നീളമുള്ളത്, നീലി നീല, പുരാനി ഓൾഡ്, ലാലച്ചി അത്യാഗ്രഹി, ഹരി പച്ച, മീട്ട മധുരമുള്ള. അപ്പോൾ അതൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. അടുത്ത ദേശീയ മഹിനെ അംഗ്രേസിമേ ലിഖെ. ഹിന്ദിയിലെ മാസങ്ങളെ പേരാണ്. ചൈത്ര. ചൈ ഇട്ടിട്ട് ത്രായാണ്. ത്രായുടെ അടിയിൽ വരുന്ന ഹല്ലടയാണ്. ചൈത്ര. വൈശാഖ്. ചൈത്ര വൈശാഖ്. ജ്യേഷ്ഠ് എന്ന് പറയും. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ്. ആഷാഢ്. ശ്രാവണ്. ഫ്രാതാപദ്. മാർഗശീർഷ്. പൗഷ്. മാഘ്. ഫാൽഗുൻ. അപ്പോൾ ഇത്രയാണ് മാസങ്ങളുടെ പേര്. അപ്പം നമുക്ക് പറയാം. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ്. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ 3 പഠിച്ചല്ലോ. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ. ആഷാഢ് ശ്രാവണ്. അപ്പം എന്താ പറയും? ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ ആഷാഢ്. ശ്രാവണ് ഭാദ്രപദ്. മാർഗശീർഷ് ഷൗദ് മാഘ് ഫാൽഗുൻ. മാർഗശീർഷ് ഷൗക്ക് പൗഷ് മാഘ് ഫാൽഗുൻ. എന്നിട്ട് വായിക്കാം. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ് ആഷാഢ് ശ്രാവണ് ഭാദ്രപദ് അശ്വിൻ കാർത്തിക്. അത് വിട്ടുപോയിരുന്നല്ലേ. മാർഗശീർഷ് പൗഷ് മാഘ് ഫാൽഗുൻ. നമ്മൾ ജനുവരി ഫെബ്രുവരി ഒക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ വായിക്കാം. ചൈത്ര വൈശാഖ് ജ്യേഷ്ഠ് ആഷാഢ് ശ്രാവണ് ഭാദ്രപദ് അശ്വിൻ. ഷാഢപതിയുടെ അശ്വിൻ കാർത്തിക് മാർഗശീർഷ് പൗഷ് മാഘ് ഫാൽഗുൻ. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സിത്തംബർ ഒക്ടോബർ. ആയും കായുടെ പതി തൂബർ. ഒക്ടോബർ നവംബർ ഡിസംബർ. ഓക്കെ. അടുത്തത് സമാനാർത്ഥി ഹിന്ദി ശബ്ദമാണ്. മങ്കി ബന്ദർ, ലോട്ടസ് കമൽ, ടേബിൾ മേസ്, കൗഗായി, റെയിൻ വർഷ, ഹോഴ്സ് ഘോഡ, ചെയർ കുർസി, ടെമ്പിൾ മന്ദിർ, ഓക്സ് ബൈൽ, ഹൗസ് കർ. അടുത്ത് വരുന്നത് കോട്ട് അച്ചിക്കൻ, ലോക്ക് താല, ഗാർഡൻ ഉപവൻ, ഉമൺ ഔരത്, സൺ സൂരജ്, തീർ ഹിരൺ, റോസ് ഗുലാബ്, പ്ലാന്റ് പൗധ. അടുത്ത അംഗ്രേസി മേ അനുവാദ് കരെ. ഇംഗ്ലീഷിൽ എഴുതാനാണ്. ഹമാരാ ദേശ് അവർ കൺട്രി. शिक्षा के लिए फॉर एजुकेशन. उसके पिता हिज फादर. सजीव सेक्रेटरी. प्राचार्य प्रिंसिपल. प्रधान अध्यापक हेडमास्टर. कार्यालय ऑफिस. पाठशाല स्कूल. कक्षा क्लास. चुनाव इलेक्शन. എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ചോദിക്കും. പുറത്തുള്ളൊന്നും വരത്തില്ല. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കാം. ഇത് ഓർഡർ തെറ്റിച്ച് ഇടയ്ക്ക് പറിക്കുന്നതൊക്കെയായിരിക്കും വരുന്നത്. പക്ഷേ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അടുത്ത പര്യായ വാചകമാണ്. സൂര്യൻ്റെ പര്യായം സൂരജ്, രവി, ദിനകർ. ഖർ ആലയ പവന് ഗ്രഹ്. രാത് രാത്രി, രജനി നിശ. ഫൂൽ പുഷ്പ്, സുമൻ കുസുമ്. കമൽ ജലജ്, നീരജ്, വാരിജ്. അംബ മാതാ, ജനനി മാ. ഈശ്വർ ഭഗവാൻ, ഈശ് പ്രഭു. ബന്ദർ വാനർ, കവി ഹരി. पर्वत पहाड़, गिरी शैल. आग अग्नि अनल. वायु हवा, पवन मारुद. जंगल वन, कानन विपिन. പക്ഷി ചിടിയ, പക്ഷി കഹ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അടുത്ത ഒരു പാർട്ടിൽ സെക്കൻഡ് വീഡിയോ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ സെക്ഷൻ എഴുതി ഒരു 4 ക്വസ്റ്റ്യൻ വീതം എഴുതി അതേ ഓർഡറിൽ. ഇപ്പം 10 വരെ വായിച്ചിട്ടുണ്ട്. അത് ഓരോന്ന് ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം ഉണ്ടാക്കുക. ഓരോ സെക്ഷനിൽ നിന്നും 4 ക്വസ്റ്റ്യൻ വെച്ച് എഴുതി നിങ്ങളുടെ ആൻസർ മറച്ചു വെച്ച് സ്വന്തമായിട്ട് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക.
അപ്പോൾ 5-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ തന്നെ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.